ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസ് ഓൺ. നമ്മൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഉടുപ്പിയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് വെച്ച നോട്ടിഫിക്കേഷൻസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മാൽപ്പയാണ്, നമ്മൾ ഈശ്വർ മാൽപ്പ എന്നൊക്കെ കേട്ടു. അപ്പോൾ അവിടെയാണ്, കർണാടകത്തിലെ മാൽപ്പയിലാണ്. നമ്മളെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒരു സബ്സിഡിയറി ആണെന്ന് മാത്രമേ ഉള്ളൂ. ഉടുപ്പിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, മാൽപ്പയിലാണ് സിറ്റുവേറ്റ്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എക്സിക്യൂട്ടീവ് ട്രെയിനി. അപ്പോൾ നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ അതേ സെയിം പോസ്റ്റിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇലക്ട്രിക്കലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 65% ഓഫ് മാർക്സ് ഫ്രോം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത്. ഓൺലൈൻ ഡേറ്റ് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തതാണ്, 21-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നത്. ഓഗസ്റ്റ് മാസം 20-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനിയിപ്പോൾ വേക്കൻസീസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ട്രെയിൻ ഇലക്ട്രിക്കൽ ഒരു വേക്കൻസിയാണ്, അൺറിസർവ്ഡ്, OBC 1, ST 1, ടോട്ടൽ വേക്കൻസീസ് ആണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങൾ എപ്പോഴും വേക്കൻസി നോക്കിയിട്ട് പഠിക്കരുത്. നിങ്ങൾക്ക് ഒരു വേക്കൻസി മാത്രമേ നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിരിക്കും ഉണ്ടാവാം. മംഗളാടത്ത് നിന്ന് അടുത്താണ്, മംഗളാടത്ത് നാഗത്ര കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ, 1.5 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ എക്സാമിന്റെ കാര്യങ്ങളും അതേപോലെ സാലറിയുടെ കാര്യങ്ങളൊക്കെ പറയാം. സാലറി എന്ന് പറഞ്ഞത് 11 ലാക്ക് CTC ആണ് പറയുന്നത്. കോസ്റ്റ് കമ്പനി 11 ലാക്ക് ആണ് പറയുന്നത്. ടോട്ടൽ പെർ മന്ത് 77,100 അടുത്തായിരിക്കും വരുന്നത്. പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 40,000 3%, 1,40,000 എന്ന രീതിയിൽ. ഇനീഷ്യൽ ട്രെയിനിങ് പീരീഡിൽ ഒരു 50,000 രൂപയുടെ അടുത്തായിരിക്കും സ്റ്റൈപ്പൻഡ് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അവിടെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഇയർ ആണ് ട്രെയിനിങ് ഉണ്ടാവുക. ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അസിസ്റ്റന്റ് മാനേജർ E1 കാറ്റഗറിയിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു പേ സ്കെയിലായിരിക്കും നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുണ്ടാവും. ഇവിടെ നമ്മളെപ്പോഴും പറയുന്ന പോലെ 27 വയസ്സാണ് ഏജ് ലിമിറ്റ്. അതുകൊണ്ട് തന്നെ അവിടെ അപ്ലിക്കൻസിന് എണ്ണം കുറവായിരിക്കും, കോമ്പറ്റീഷൻ കുറവായിരിക്കും ഉണ്ടാവുക. അതായത് 98-ന് ശേഷം 21 ആഗസ്റ്റ് 98-ന് ശേഷം ജനിച്ചവരായിരിക്കണം, എന്നാൽ മാത്രം അപ്ലൈ വേണ്ടി നിങ്ങൾക്ക് അവിടെ പറ്റുന്നുണ്ടാവുള്ളൂ. ഓൾ SC/ST OBC കാൻഡിഡേറ്റ്സിന് കറസ്പോണ്ടിങ് ചെയ്ത റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ഓൺലൈൻ ഫിലിംസ് ഉണ്ടാവും, ഒബ്ജക്ട് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ്. 60 മിനിറ്റ്സും 60 ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടാവുക. അപ്പൊ അതിൽ ജനറൽ അവയർനെസ് 5 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 5 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 5 മാർക്ക്, റീസണിങ് 5 മാർക്ക്, നമ്മളുടെ സബ്ജക്ട് ഇലക്ട്രിക്കലിന് 40 മാർക്ക്. അതിനെന്താ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല. അപ്പൊ ടോട്ടൽ 60-ലാണ് ഫസ്റ്റ് ഫേസ് ഉണ്ടാവുക. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നതും അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, റൈറ്റിംഗ് സ്കില്ലുണ്ട്, പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്. അതിന് 40 മാർക്ക്. ടോട്ടൽ ഔട്ട് ഓഫ് 100 ആണ് മാർക്ക് ഇടുന്നത്. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിന് 60 മാർക്ക് വന്നു, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷന് 10 മാർക്ക്, റൈറ്റിംഗ് സ്കിൽസിന് 10 മാർക്ക്, പേഴ്സണൽ ഇന്റർവ്യൂ 20. അപ്പോൾ ടോട്ടൽ ഔട്ട് ഓഫ് 100 മാർക്സിനാണ് നിങ്ങളെ സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നുണ്ടാവുക. അതേപോലെ ഫേസ് 1 ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സെന്റേഴ്സ് ഇൻ കർണാടക ഡിസൈഡഡ് ബൈ ദ ഉടുപ്പി കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. അതേപോലെ അണ്ടർസൗണ്ട് കേസിലൊക്കെ മിനിമം ഡിസ്ക്രിപ്റ്റീവിന്റെ മാർക്കുകളാണ് പറയുന്നത്. അതിൽ കാര്യമില്ല, കാരണം അവിടെ ഒരു വേക്കൻസി ഒക്കെ ആകുമ്പോൾ നിങ്ങൾ അതിന് ഇഷ്ടം നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ 1:6 റേഷ്യോയിലായിരിക്കും നമ്മൾ അവരെ വിളിക്കുന്നുണ്ടാവും. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിളിക്കുന്നുണ്ടാവും. 1:6 റേഷ്യോയിലായിരിക്കും. Phase 2 shall be conducted with eligible candidates even if it is less than 1:6 ratio as decided by the UCSL. ക്വാളിഫിക്കേഷന്റെ കാര്യം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ ആർക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ സർവീസ് അഗ്രിമെന്റ് ഉണ്ട്, 5 ലക്ഷത്തിന്റെ ഒരു ബോണ്ട് ഉണ്ട്. ഓക്കെ, അതുപോലെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതിന്റെ കാര്യം 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. അതിന്റെ കൂടെ ഒരു 150 രൂപയും കൂടി GST കൂടി കൂട്ടിയിട്ട് 1180 രൂപ ആവാനാണ് സാധ്യത. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു കൊച്ചി ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, കരിയറിൽ കയറി കഴിഞ്ഞാൽ UCSLന്റെ കാണാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ കയറി അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അപ്ലൈ വേണ്ടി. ഓക്കെ, അപ്പോ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാം. നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ വേക്കൻസി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ, ഒരു വേക്കൻസി മാത്രമേ വേണ്ടൂ. ഈ ഇങ്ങനത്തെ എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടാവുന്നേ ഉണ്ടാവുള്ളൂ. മാക്സിമം എക്സാംസ് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, എനിവേ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.